ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു സൈലം. SL ആണ്. സോ നമ്മുടെ OG സീരീസിൽ ഇന്ന് മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന ചാപ്റ്ററിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറിയുടെ ഒരു ക്രിസ്പി ഫോം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. നമ്മൾ ഈ ലാസ്റ്റ് OG സീരീസിൽ ഈ ഏറ്റവും അവസാനം എത്തി നിൽക്കുന്ന നീറ്റിലേക്ക് വളരെ അടുത്തെത്തി നിൽക്കുന്ന ഈ സമയം എത്രത്തോളം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം, ഓരോ ചാപ്റ്ററിനെയും പരമാവധി ഷോർട്ടാക്കി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ച്, കാരണം നമുക്ക് അത്രയും കുറഞ്ഞ സമയം ഇനി കയ്യിലുള്ളൂ. ഒരു ചാപ്റ്ററിന് A to Z പഠിക്കാനുള്ള സമയമില്ല. സോ ഒരു ചാപ്റ്ററിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഇക്വേഷൻസ് ഏതൊക്കെയാണ്, അതുപോലെ ഏതെങ്കിലും ലോയോ ഗ്രാഫോ ഒക്കെ ഉണ്ടോ, അപ്പോൾ ഇതിനെ മാത്രം ഒന്ന് വളരെ പെട്ടെന്ന് നമ്മളൊന്ന് നോട്ട് ചെയ്ത് പോവുക. അതോടൊപ്പം നമ്മുടെ ലൈവ് സെഷൻസിൽ ഇതുമായി കണക്ട് ചെയ്തിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസും നമ്മൾ ചെയ്തു പോവാണ്. സോ ഈ അവസാന സമയത്ത് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ പല ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റും. സോ നേരെ ടോപ്പിക്കിലേക്ക് പോകാൻ നമുക്ക് സമയമില്ല. മോഷൻ ഇൻ എ പ്ലെയിൻ. ഈ ചാപ്റ്ററിൽ മോഷനെ കുറിച്ച് പഠിക്കുന്നതിന് മുന്നേ മാത്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്, വെക്റ്റർ. സ്കാലാറും വെക്ടറും, എന്താണ് വെക്റ്റർ സ്കാലാർ ഡിഫറൻസ്, അപ്പോൾ അതൊന്നും എന്താണെന്ന് മാത്രം ഞാൻ ഇങ്ങനെ പറഞ്ഞു പോവാണ്, അതല്ലാതെ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യുകയല്ല. നിങ്ങൾ ആ ചാപ്റ്റർ മൊത്തത്തിൽ ഒന്ന് ഓർത്തെടുക്കാനുള്ള ഒരു ഷോർട്ട് വേ മാത്രമാണ് നമ്മൾ ഇതിലൂടെ പറയുന്നത്. ഒരു 15 മിനിറ്റ് കൊണ്ട് ഒരു ചാപ്റ്ററിനെ മുഴുവനായിട്ടും എങ്ങനെയൊന്ന് പറഞ്ഞു പോവാം. നിങ്ങൾക്കറിയാമല്ലോ, 10-12 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ചാപ്റ്റർ നമ്മൾ അത്രയും ഒന്ന് ഷോർട്ടാക്കി പറയുകയാണ്. സോ മോഷൻ ഇൻ എ പ്ലെയിനിൽ ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത്, ഞാൻ പഠിപ്പിക്കുന്നില്ല, നിങ്ങൾ പഠിക്കണം, അറിയാത്ത ആരെകൊണ്ട് വായിച്ചു നോക്കണം. വെക്റ്റേഴ്സ്, അതിൻ്റെ ടൈപ്സ്, ഇതെല്ലാവരും അറിയുന്നതായിരിക്കും. സോ ഞാനത് വീണ്ടും പറയുന്നില്ല, നിങ്ങൾ വായിച്ച് നോക്കണം. അതിൽ ഈക്വൽ വെക്റ്റേഴ്സ്, നെഗറ്റീവ് വെക്റ്റേഴ്സ്, സീറോ വെക്റ്റർ, നൾ വെക്റ്റർ, കൊളീനിയർ വെക്റ്റർ, കോപ്ലാനർ വെക്റ്റർ, പാരലൽ വെക്റ്റർ, കോ ഇനീഷ്യൽ വെക്റ്റർ, കോ ടെർമിനൽ വെക്റ്റർ, ഇങ്ങനെ ഒരു 8-9 ടൈപ്പ് വെക്റ്റേഴ്സ് ഉണ്ട്, അറിയാമല്ലോ. അതിൽ യൂണിറ്റ് വെക്റ്റർ, സീറോ വെക്റ്ററൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കുക. IJK എന്ന് പറയുന്ന വെക്റ്റേഴ്സിൻ്റെ പ്രോപ്പർട്ടികളൊക്കെ ഒന്ന് ഓർക്കുക, അറിയാമല്ലോ നിങ്ങൾക്കില്ലേ? യെസ്, ഇത് പറയുമ്പോൾ തന്നെ ഒരുപാട് പേര് മനസ്സിൽ പറയുന്നുണ്ട്, ഓ സമാധാനം, ഇതെനിക്ക് അറിയുന്ന ഒരു പോയിന്റ് ആണ്. അങ്ങനെ ഞാൻ ഓരോ പോയിന്റ് പറയുമ്പോൾ, നമ്മൾ ഓരോ ടീച്ചേഴ്സും ഓരോ പോയിന്റ് പറയുമ്പോൾ നിങ്ങളൊന്ന് സെൽഫ് അനലൈസ് ചെയ്യുക. ഓക്കെ, ഈ പോയിന്റ് ഞാൻ പഠിച്ചതാണോ, ഇതിനെക്കുറിച്ച് എനിക്കൊരു ധാരണയുണ്ടോ, ഇക്വേഷൻസ് എനിക്കറിയാമോ, അങ്ങനെ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുക, ഒന്ന് ട്രിഗർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഉദ്ദേശം. സോ ഇതാണ് വെക്റ്റേഴ്സിൻ്റെ ടൈപ്പാണ് ഒന്ന്. രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് വെക്റ്റർ അഡിഷൻ ആണ്. വെക്റ്റർ അഡിഷൻ, ഞാൻ അതിൻ്റെ ഇക്വേഷൻ ഒന്ന് പറയുകയാണ്, ഡെറിവേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതായത് നമുക്ക് 2 വെക്റ്റേഴ്സിനെ ആഡ് ചെയ്യണം, 2 ഫോഴ്സുകൾ സം ചെയ്യണം, 2 ഡിസ്പ്ലേസ്മെൻറ്റുകൾ സം ചെയ്യണം, വെലോസിറ്റികൾ സം ചെയ്യണം. ഓക്കെ, അങ്ങനെ വിചാരിക്കും. വെക്റ്ററുകൾ നമുക്ക് സം ചെയ്യാനുണ്ടാവും, റിസൾട്ടൻ്റ് കാണാനുണ്ടാവും. ഇപ്പോൾ സെക്കൻഡ് ഇയറിലാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, ദാറ്റ് ഈസ് എ വെക്റ്റർ. മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, ഡൈപോൾ മൊമെൻറ്റ്, ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ്, ഇതെല്ലാം വെക്റ്റേഴ്സാണ്. അപ്പോൾ ഒന്നിലധികം വെക്റ്ററുകൾ വരുന്ന രൂപത്തിലുള്ള പല ക്വസ്റ്റ്യൻസും നമുക്ക് എൻട്രൻസ് എക്സാമുകൾക്ക് കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ വെക്റ്ററുകളെ സമ്മ് ചെയ്ത് അതിൻ്റെ റിസൾട്ടൻ്റ് കണ്ടുപിടിച്ച് നമ്മൾ ആൻസറിലേക്കൊക്കെ പോവേണ്ടി വരും. അത്തരം ഏത് സിറ്റുവേഷൻ വന്നാലും വെക്റ്ററിൻ്റെ അഡിഷൻ ചെയ്യാനുള്ള റൂളിൻ്റെ പേരാണ് പാരലലോഗ്രാം ലോ. അറിയാമല്ലോ എന്താണ് പാരലലോഗ്രാം ലോ? 2 ലോകൾ ഉണ്ടായിരുന്നു, ഒന്നിൻ്റെ പേര് ട്രയാങ്കുലാർ ലോ എന്നാണ്, മറ്റൊന്ന് പാരലലോഗ്രാം ലോ ആണ്. ഇവിടുന്ന് വളരെ ബേസിക് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമുക്ക് അങ്ങനെയും നേരത്തെ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്, ചില ഡയഗ്രാംസ് വരച്ചിട്ട് ഇതിൽ ഏതാണ് ട്രയാങ്കുലാർ ലോ സാറ്റിസ്ഫൈ ചെയ്യുക, അറിയാത്തവരുണ്ടെങ്കിൽ വരച്ച് പഠിച്ചേക്കണം. ഞാൻ വരയ്ക്കാൻ പോയാൽ പിന്നെ അതൊന്നും തീരില്ല. ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ട്രയാങ്കുലാർ ലോയിൽ 2 വെക്റ്ററുകളെ ട്രയാങ്കിൾ ആക്കി 2 സൈഡിങ്ങനെ ചേർത്ത് 3ാമത്തെ സൈഡ് ജോയിൻ ചെയ്ത് വരയ്ക്കുന്നത് അറിയാത്തവരുണ്ടെങ്കിൽ അത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. പാരലോഗ്രാം ലോ 2 വെക്റ്ററുകളെ പാരലൽ സൈഡായിട്ട് നിർത്തിയിട്ട് പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്ത് ഡയഗണൽ പ്ലോട്ട് ചെയ്യും. ആ ഡയഗണൽ പ്ലോട്ട് ചെയ്തായിരിക്കും റിസൾട്ടൻ്റ് എന്ന് പഠിപ്പിച്ചതാണ് പാരലോഗ്രാം ലോ. അതിൻ്റെ റിസൾട്ടൻറ്റിൻ്റെ ഫോർമുല മാത്രം ഞാനൊന്ന് എഴുതുകയാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. R ഈസ് ഈക്വൽ ടു √(a² + b² + 2ab cos θ. ഇതിൽ A എന്ന് പറയുന്നത് ഒരു വെക്റ്ററാണ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് A കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെക്റ്റർ B രണ്ടാമത്തെ ഒരു വെക്റ്ററാണ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് B കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ വെക്റ്റർ A, വെക്റ്റർ B, തീർച്ചയായിട്ടും അവർക്കിടയിൽ ഒരു ആംഗിളും ഉണ്ടാകും θ. സോ 2 വെക്റ്ററുകളെ ആഡ് ചെയ്യാൻ പറഞ്ഞാൽ ആ 2 വെക്റ്ററുകളുടെയും മാഗ്നിറ്റ്യൂഡ് അറിയണം, അവർക്കിടയിലുള്ള ആംഗിളും അറിയണം, എന്നിട്ട് √(a² + b² + 2ab cos θ എന്ന ഫോമിൽ അതിനെ ആഡ് ചെയ്ത് പോകണം. ഇതാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. ഇവിടെ ഓർത്ത് വെക്കേണ്ട ചില ഷോർട്ട് കട്ടുകൾ ഒന്ന് വേഗം പറഞ്ഞു പോവുകയാണ്. മറ്റൊരു പോയിന്റ് ഷോർട്ട് കട്ടായിട്ട് ഓർത്ത് വെക്കേണ്ടത്, 2 വെക്റ്ററുകൾ സെയിം ഡയറക്ഷനിലായിരുന്നെങ്കിൽ, സെയിം ഡയറക്ഷൻ എന്ന് വെച്ചാൽ θ0 എന്നല്ലേ അർത്ഥം. θ0 ആയിരുന്നെങ്കിൽ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് സിംപ്ലി A + B ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ √() എന്നുള്ള ഫോർമുല
നീട്ടി വലിച്ച് എഴുതേണ്ട ആവശ്യം ഇല്ല. രണ്ടാമത്തെ ഒരു കേസ് എന്ന് പറയുന്നത് രണ്ട് വെക്ടറുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ, ടു വെക്ടേഴ്സ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ടു വെക്ടേഴ്സ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ആംഗിൾ 180 എന്നാണ് അർത്ഥം. തീറ്റ 180 ഡിഗ്രി. 180 ഡിഗ്രി ആണെങ്കിൽ അതിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് എ മൈനസ് ബി അല്ലെങ്കിൽ മോഡുലസ് ഓഫ് എ മൈനസ് ബി എന്നായിരിക്കും. ഓക്കെ. മൂന്നാമത്തെ ഒരു സിറ്റുവേഷൻ, രണ്ട് വെക്ടറുകൾ 90 ഡിഗ്രിയിൽ പരസ്പരം പെർപെൻഡിക്കുലേഴ്സ് ആണെങ്കിൽ, ആംഗിൾ ബിറ്റ്വീൻ വെക്ടേഴ്സ് 90 ഡിഗ്രി ആണെങ്കിൽ അതിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആയിരിക്കും. ഓക്കെ. ഇങ്ങനെയുള്ള ചില പോയിന്റുകൾ നിർബന്ധമായിട്ടും നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. അപ്പോൾ ഇതാണ് വെക്ടറിന്റെ അഡിഷൻ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് വെക്ടറിന്റെ സബ്ട്രാക്ഷൻ ആണ്. വെക്ടർ സബ്ട്രാക്ഷൻ, വെക്ടർ സബ്ട്രാക്ഷൻ. ഓക്കെ, വെക്ടർ സബ്ട്രാക്ഷൻ. വെക്ടർ സബ്ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവ് വെക്ടറിന്റെ അഡിഷൻ ആണെന്നാണ് പഠിക്കുക. അതായത് വെക്ടർ എ മൈനസ് വെക്ടർ ബി എന്നത് എങ്ങനെയായിരിക്കും ചെയ്യുക? അതിന്റെ റിസൾട്ടിന്റെ ഇക്വേഷൻ ആണ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab cos തീറ്റ. സോ വെക്ടർ അഡിഷനും വെക്ടർ സബ്ട്രാക്ഷനും ചെറിയൊരു വ്യത്യാസം. വെക്ടർ അഡിഷനിൽ ഇവിടെ മൈനസിന്റെ സ്ഥാനത്ത് പ്ലസ് ആയിരുന്നു, ഇവിടെ അത് മൈനസ് ആണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഈ വെക്ടർ സബ്ട്രാക്ഷൻ നമുക്ക് എൻട്രൻസിലേക്ക് വരുമ്പോൾ 2-3 സ്ഥലത്ത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ പറയാം. ഒന്ന് റിലാറ്റീവ് വെലോസിറ്റി. റിലാറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത് വെക്ടർ സബ്ട്രാക്ഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യാറ്, റിലാറ്റീവ് വെലോസിറ്റി. മറ്റൊന്ന് ചേഞ്ച് ഇൻ വെലോസിറ്റി. ഈ 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നിർബന്ധമായിട്ടും വെക്ടർ സബ്ട്രാക്ഷൻ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. സോ അത് അറിയാമോ? റിലാറ്റീവ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ റെയിൻ മാൻ പ്രോബ്ലം കേട്ടിട്ടുണ്ടാവും അല്ലേ? റെയിൻ മാൻ പ്രോബ്ലം. അത് മഴയത്ത് ഒരാൾ കുടയും പിടിച്ചുകൊണ്ട് ഓടുന്നു. ഇത്തരം സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ ചെയ്യുന്ന എന്താണ്? റിലാറ്റീവ് വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു മാൻ അല്ലെ? ഒരാളാണ് ഓടുന്നത്, അയാൾ വിത്ത് റെസ്പെക്ട് ടു മാൻ ആ വെലോസിറ്റി ഓഫ് റെയിൻ നമ്മൾ അളക്കാൻ പോയാൽ അതിന് ഒരു ആംഗിൾ ഉണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാകും. അത് ആക്ച്വലി നമ്മൾ ചെയ്യുന്നത് റിലാറ്റീവ് വെലോസിറ്റി കാണുമ്പോൾ വെക്ടറിന്റെ സബ്ട്രാക്ഷൻ ആണ് നമ്മൾ അവിടെ എടുക്കുന്നത്. സോ നമ്മൾ ഇങ്ങനെ എഴുതാറുണ്ട്. അപ്പം ഇങ്ങനെ മഴ പെയ്യുന്നു, ഇതാണ് വെലോസിറ്റി റെയിൻ. ഒരാൾ ഇങ്ങോട്ടേക്ക് ഓടുന്നു, ഇതാണ് വെലോസിറ്റി മാൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടത് റിലാറ്റീവ് വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു മാൻ എന്ന് പറഞ്ഞാൽ അത് വെക്ടർ വി ആർ മൈനസ് വെക്ടർ വി എം എന്നായിരിക്കും. വെക്ടർ വി ആർ താഴോട്ടേക്കാണ്, ഒരു കുഴപ്പമില്ല, താഴോട്ടേക്ക് വരയ്ക്കാം. ഇതാണ് വെക്ടർ വി ആർ. വെക്ടർ വി ആർ അങ്ങനെ തന്നെ താഴോട്ടേക്ക് വരച്ചു. നമുക്ക് വേണ്ടതിന് മൈനസ് വെക്ടർ വി എം ആണ്. വെക്ടർ വി എം ഇങ്ങോട്ട് തന്നാൽ അതിന്റെ മൈനസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരും. സോ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൈനസ് വി എം വരയ്ക്കണം. സോ ഇതാണ് വി റെയിൻ, ഇതാണ് മൈനസ് വി മാൻ. എന്തിനാണ് മൈനസ് എടുത്തത്? മൈനസ് എടുക്കണം എന്നുള്ളതാണ് റിലാറ്റീവ് വെലോസിറ്റിയുടെ റൂൾ. അപ്പോൾ എങ്ങോട്ടാണോ അയാൾ ഓടുന്നത് അതിന്റെ ഓപ്പോസിറ്റ് എടുത്തിട്ട് ഡയഗ്രാം വരയ്ക്കുക. ഓപ്പോസിറ്റ് എടുത്ത് ഡയഗ്രാം വരച്ചാൽ അതിന്റെ റിസൾട്ടന്റ് പാരലലോഗ്രാം കംപ്ലീറ്റ് ചെയ്താൽ മക്കളെ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. എന്ന് വെച്ചാൽ ഇങ്ങോട്ടേക്ക് ഓടുന്ന ആൾക്ക്, ഇങ്ങോട്ടേക്ക് അയാൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് ഇങ്ങനെ മഴ പെയ്യുന്നതായിട്ടാണ് അയാൾക്ക് ഫീൽ ചെയ്യുക എന്നാണ് അതിന്റെ അർത്ഥം. കേട്ടോ, ഇങ്ങനെ മഴ പെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യും. സോ അയാൾ ഇങ്ങനെ കുട പിടിച്ചാൽ മാത്രമേ ആ മഴ കൊള്ളാതിരിക്കുള്ളൂ. സോ ഇങ്ങോട്ടേക്ക് ഓടുന്ന ആൾ കുട പിടിക്കേണ്ടത് ഈ ഒരു ആംഗിളിൽ ആയിരിക്കും. ഇതാണ് ആ ഒരു കോൺസെപ്റ്റിന്റെ അർത്ഥം. സോ ഈ ആംഗിൾ എത്രയെന്നൊക്കെയാണ് പലപ്പോഴും ഇവിടെ ചോദിക്കുക. സോ വെക്ടർ സബ്ട്രാക്ഷൻ അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് ആ ചോദ്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ചേഞ്ച് ഇൻ വെലോസിറ്റി ഇതേപോലെ തന്നെയാണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ആണ്. അതായത് വെക്ടർ v2 മൈനസ് വെക്ടർ v1. ഇവിടെ നിങ്ങൾക്ക് കാണാം വെക്ടറിന്റെ സബ്ട്രാക്ഷൻ. അപ്പോൾ ഈ പോയിന്റുകൾ കൃത്യമായിട്ട് മനസ്സിലുള്ളവർക്ക് അത് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ചെയ്യാൻ പറ്റും. ദെൻ ഇതിന്റെ മോഷൻ എന്ന കോൺസെപ്റ്റിലേക്ക് പോകുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് പ്രൊജക്ടൈൽ മോഷൻ. എന്തായിരുന്നു? പ്രൊജക്ടൈൽ മോഷൻ. ഇതാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഈ ഭാഗത്തു നിന്നായിരിക്കും. ഒരു പ്രൊജക്ടൈൽ പോലെ ത്രോ ചെയ്തിരിക്കുന്ന ഒരു വസ്തു അല്ലേ? ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ നോക്കും, ഇതാണ് ഒരു ഗ്രൗണ്ട് ലെവൽ. ഗ്രൗണ്ടിൽ നിന്ന് ഒരു ഒബ്ജക്റ്റിനെ ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ ഒരു പെർട്ടിക്കുലർ വെലോസിറ്റിയിൽ എറിയുന്നു. ഇനീഷ്യൽ വെലോസിറ്റി യു, ആംഗിൾ തീറ്റ. വെലോസിറ്റിയെ നമ്മൾ 2 കോമ്പണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യുന്നു. എല്ലാവർക്കും അറിയാമല്ലോ. ഏതാണ് ഈ കോമ്പണന്റ്? ഹൊറിസോണ്ടൽ കോമ്പണന്റ് ആരാ? ഹൊറിസോണ്ടൽ കോമ്പണന്റ് എന്ന് പറയുന്നത് യു കോസ് തീറ്റ. വെർട്ടിക്കൽ കോമ്പണന്റ് എന്ന് പറയുന്നത് യു സൈൻ തീറ്റ. ഈ ഹൈറ്റിനെ വിളിക്കുന്ന പേരാണ് എച്ച് മാക്സ്. എച്ച് മാക്സ്. ഈ ദൂരത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് റേഞ്ച്. റേഞ്ച്. ഇത് ഇവിടുന്ന് ഇവിടെ എത്താനുള്ള സമയത്തെ വിളിക്കുന്ന പേരാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. 3 ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻസ്. ഒന്ന് ഞാൻ അടുത്ത പേജിലോട്ട് എത്തട്ടെ. ഒന്ന് എന്തായിരിക്കും
എച്ച് മാക്സ് കാണാനുള്ള ഇക്വേഷൻ. ഇവിടുന്ന് നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് വാല്യൂസ് തന്നിട്ട് നേരിട്ട് എച്ച് മാക്സ് കാണാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിച്ചേക്കാം. സോ എച്ച് മാക്സ് അറിയാത്തവർ ഒന്ന് ശ്രദ്ധിച്ചോളൂ. മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കുന്ന ഫോർമുലയാണ് യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g. ഓക്കെ, രണ്ടാമത്തതാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊജക്ടൈൽ ത്രോ ചെയ്തു, അതിങ്ങനെ പറന്ന് ഗ്രൗണ്ടിലേക്ക് തന്നെ വന്ന് വീഴും. ആകെ എത്ര സമയം വേണം? അത് താഴെ വന്ന് വീഴാൻ എടുക്കുന്ന സമയമായിരിക്കും 2u സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ g. റെഡിയാണല്ലോ. മൂന്നാമത്തെ പോയിന്റ് ആണ് റേഞ്ച്. റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? റേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടുന്നാണോ എറിഞ്ഞത്, അതെവിടെയാണോ വീണത്, ആ രണ്ട് സ്ഥലവും തമ്മിൽ ഗ്രൗണ്ട് ടു ഗ്രൗണ്ട് എത്ര ദൂരം ഉണ്ടാകും. മേലെയൊക്കെ പോയി വന്നിട്ടുണ്ടാവും, ബട്ട് അത് ഗ്രൗണ്ടിലൂടെ നമ്മൾ അളന്നു നോക്കിയാൽ അത് എത്ര ദൂരത്തിലായിരിക്കും പോയി വീണിട്ടുണ്ടാവും. ഒരുപാട് സ്പോർട്സ് ഐറ്റത്തിലൊക്കെ, ജാവലിൻ ത്രോ അതുപോലത്തെ മത്സരങ്ങളിലൊക്കെ നമ്മൾ കാണാറുണ്ട്, പ്രൊജക്ടൈൽ പോലെയാണ് അത് എറിയുന്നത്. അപ്പോൾ അവിടെ ഒരു ജാവലിൻ ത്രോ മത്സരത്തിൽ ആരാണ് ജയിക്കുക? ഇങ്ങനെ എറിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ദൂരം ആ ജാവലിൻ ആരാണ് പോയി എറിഞ്ഞു വീഴുന്നത്, ആ ദൂരം നോക്കിയിട്ടാണ് നമ്മളത് അതിലെ വിന്നറിനെ നമ്മൾ തീരുമാനിക്കുക. അപ്പോൾ അതിനെയാണ് നമ്മൾ റേഞ്ച് എന്ന് പറയാം. റേഞ്ച് എത്ര ദൂരത്തിലേക്ക് എറിയാൻ പറ്റി, അതാണ് റേഞ്ച്. റേഞ്ച് കാണുന്ന ഇക്വേഷനാണ് യു സ്ക്വയർ സൈൻ ടു തീറ്റ ഡിവൈഡഡ് ബൈ g. ഓക്കെ, ഇതാണ് 3 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ്. ഇതിൽ 3നും ചില സ്പെഷ്യൽ കേസുകളുണ്ട്. ഓരോന്നായിട്ട് പറയാം. എപ്പോഴാണ് ഹൈറ്റ് അതിനെത്താൻ പറ്റുന്ന ഒരു ഗ്രേറ്റസ്റ്റ് ഹൈറ്റിലേക്ക് അറ്റൈൻ ചെയ്യുന്നത്? ഏറ്റവും കൂടുതൽ ഹൈറ്റിലേക്ക് എത്തണമെങ്കിൽ ഒന്ന് ലോജിക്കലി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ പ്രൊജക്റ്റ് ഞാനൊരു വസ്തുവിനെ എറിയാണ്, എനിക്ക് പല ആംഗിൾ മാറ്റി എറിയാം, ആംഗിൾ കുറച്ചെറിയാം, ആംഗിൾ കൂട്ടി എറിയാം. ഓക്കെ, എൻ്റെ ചോദ്യം ഇതാണ്, എങ്ങനെ എറിയുമ്പോഴായിരിക്കും ഇതിന് എത്താവുന്ന ഹൈറ്റ് ഏറ്റവും വലിയ ഹൈറ്റായി മാറുന്നത്? അതിന് നമ്മൾ ഗ്രേറ്റസ്റ്റ് ഹൈറ്റ് എന്നാണ് പേര് വിളിക്കുക. ആ ഗ്രേറ്റസ്റ്റ് ഹൈറ്റ് കിട്ടണമെങ്കിൽ, ഗ്രേറ്റസ്റ്റ് ഹൈറ്റ് അറ്റൈൻ ചെയ്യണമെങ്കിൽ, ഫോർ എച്ച് ഗ്രേറ്റസ്റ്റ് ഹൈറ്റ് അറ്റൈൻ ചെയ്യണമെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കണം. അതായത് കുത്തനെ മേലോട്ട് എറിയണം എന്നർത്ഥം. ഇറ്റ്സ് വെരി സിമ്പിൾ. ടൈം ഓഫ് ഫ്ലൈറ്റ് മാക്സിമം ആവണമെങ്കിൽ, പരമാവധി സമയം ഒരു പ്രൊജക്ടൈൽ കൺസ്യൂം ചെയ്യണമെങ്കിൽ അത് ത്രോ ചെയ്യേണ്ട ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കണം. എന്നാൽ മൂന്നാമത്തെ പോയിന്റ് വല്ലാണ്ട് ശ്രദ്ധിച്ചോളുക. ഒരു പ്രൊജക്ടൈലിന്റെ റേഞ്ച്, മുന്നോട്ട് പോയി വീഴുന്ന ദൂരം, അതാണല്ലോ റേഞ്ച്, അത് ഏറ്റവും കൂടണമെങ്കിലോ മേലോട്ടേക്ക് എറിഞ്ഞിട്ട് കാര്യമുണ്ടോ? 90 ഡിഗ്രിയിൽ കുത്തൻ എറിഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതെറിയേണ്ടത് റേഞ്ച് മാക്സിമം കിട്ടണമെങ്കിൽ അത് എറിയേണ്ട ആംഗിൾ എത്രയാണ്? 45 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ ഈ ആംഗിളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് സാധനങ്ങൾ. ദെൻ നമ്മൾ ഇതിൻ്റെ അവസാനത്തെ ഒരു പോയിന്റിലേക്ക് കൂടെ പോവുകയാണ്. നമുക്ക് അത്ര സമയം, ഒരു 15 മിനിറ്റ് കൊണ്ട് തീരുന്ന ഒരു ചെറിയൊരു ഒരു സംഭവമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രൊജക്ടൈൽ മോഷനുമായി ബന്ധപ്പെട്ട 3 ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് നമ്മൾ കണ്ടു. അടുത്തതാണ് സർക്കുലാർ മോഷൻ. ഇതിലെ ഫൈനൽ പോയിന്റ് ആണ് സർക്കുലാർ മോഷൻ. സർക്കുലാർ മോഷൻ 2 ടൈപ്പ് ഉണ്ട്. ഒന്നിന്റെ പേരാണ് യൂണിഫോം സർക്കുലാർ മോഷൻ. എന്താ മക്കളെ പേര്? യൂണിഫോം സർക്കുലാർ മോഷൻ. യൂണിഫോം സർക്കുലാർ മോഷൻ എന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഇരിക്കുന്ന റൂമിൽ ഒരു ഫാൻ കറങ്ങുന്നുണ്ടോ? ആ ഫാൻ കുറേ സമയമല്ലോ ഓൺ ചെയ്തിട്ട്, ആ ഫാൻ ഇപ്പോൾ കറങ്ങുന്നത് നിങ്ങൾ നോക്കിയേ, ഒരേ സ്പീഡിൽ ഇങ്ങനെ സർക്കിളിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരേ സ്പീഡിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ യൂണിഫോം സർക്കുലാർ മോഷൻ എന്ന് പറയുക. ഒരു പ്രത്യേകതയാണ്, വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആയിരിക്കും. വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആയിരിക്കും, എന്നാൽ വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കും. വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കും. ഡയറക്ഷൻ ചേഞ്ചസ്. അത് കാരണം ഒരു ആക്സിലറേഷൻ ഉണ്ടാകും. വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാറുന്നത് കാരണം ഒരു ആക്സിലറേഷൻ ഉണ്ടാകും. ആ ആക്സിലറേഷന്റെ പേരാണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. എന്താ മക്കളെ പേര്? സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. എന്ത് കാരണമാണ്? വെലോസിറ്റിന്റെ ഡയറക്ഷൻ മാറുന്നത് കൊണ്ട്. അതിന്റെ ഇക്വേഷൻ ആണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്ന് വെച്ചാൽ v²/r അല്ലെങ്കിൽ ω²r എന്ന് പറയാം ഇക്വേഷൻ. ഓക്കെ, ഇതാണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. രണ്ടാമത്തെ ടൈപ്പ് സർക്കുലാർ മോഷന്റെ പേരാണ് നോൺ യൂണിഫോം സർക്കുലാർ മോഷൻ. എന്താ മക്കളെ പേര്? നോൺ യൂണിഫോം സർക്കുലാർ മോഷൻ. നോൺ യൂണിഫോം സർക്കുലാർ മോഷൻ എന്ന് വെച്ചാൽ ആ പേരിൽ തന്നെ ഉണ്ടല്ലോ. ഏതുപോലെ നിങ്ങളിപ്പോൾ കുറേ സമയം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാന് നിങ്ങളൊന്ന് സ്വിച്ച് ഓഫ് ചെയ്യുന്നു.
സ്വിച്ച് ഓഫ് ചെയ്തു. സ്വിച്ച് ഓഫ് ചെയ്താൽ അപ്പോൾ തന്നെ ഫാൻ നിന്ന് പോവില്ലല്ലോ. ആ ഫാൻ സ്ലോ ആവാൻ തുടങ്ങും. സ്ലോ ഡൗൺ ആയി അതിൻ്റെ സ്പീഡ് കുറഞ്ഞ് മെല്ലെ 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 കുറച്ച് സമയം കൊണ്ടത് സ്റ്റോപ്പ് ആവും. അപ്പോൾ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം ആ ഫാനിനെ ഒബ്സർവ് ചെയ്താൽ എന്താ നമ്മൾ കാണുന്നത്? അതിൻ്റെ മോഷൻ യൂണിഫോം അല്ല. അത്തരം സർക്കിളിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് നോൺ യൂണിഫോം സർക്കുലർ മോഷൻ. അത്തരം മോഷനിൽ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് മാറുന്നുണ്ട്. വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റന്റ് അല്ല, ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം വെലോസിറ്റിയുടെ ഡയറക്ഷനും ചേഞ്ച് ചെയ്യുന്നുണ്ട്. രണ്ടും ചേഞ്ച് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട്? വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡും ചേഞ്ച് ചെയ്യും, വെലോസിറ്റിയുടെ ഡയറക്ഷനും ചേഞ്ച് ചെയ്യും. വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്താൽ ആ ആക്സിലറേഷൻ വിളിക്കുന്ന പേരാണ് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ. എന്താ മക്കളെ പേര് വിളിക്കുക? ടാൻജൻഷ്യൽ ആക്സിലറേഷൻ. എന്നാൽ ഡയറക്ഷൻ മാറുമ്പോൾ തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞു, ഡയറക്ഷൻ മാറുകയാണെങ്കിൽ ആ ആക്സിലറേഷന്റെ പേരാണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. എന്താ പറയുക? സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. അപ്പോൾ ഈ രണ്ട് ആക്സിലറേഷന്റെയും റിസൾട്ടന്റ് എടുക്കണം. സോ ടോട്ടൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് √AT² പ്ലസ് AC² എന്നായിരിക്കും. ഇതായിരിക്കും ഒരു നോൺ യൂണിഫോം സർക്കുലർ മോഷന്റെ ടോട്ടൽ ആക്സിലറേഷൻ. നമ്മളൊന്ന് വരച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ഉണ്ടാവുക? ഇതാണ് ആ സർക്കുലർ മോഷൻ. ഓക്കെ, ആ സർക്കുലർ മോഷനിൽ ഏതെങ്കിലും ഒരു സർക്കുലർ പാത്തിലെ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്താൽ ആ പോയിന്റിൽ സെന്ററിലോട്ടൊരു ആക്സിലറേഷൻ ഉണ്ടാകും, ടാൻജൻഷ്യലിയും ഒരു ആക്സിലറേഷൻ ഉണ്ടാകും. എപ്പോൾ അത് നോൺ യൂണിഫോം സർക്കുലർ മോഷൻ ആണെങ്കിൽ ഇതിനെയാണ് നമ്മൾ A ടാൻജൻഷ്യൽ എന്ന് പറയുക, ഇതിനെയാണ് നമ്മൾ A സെൻട്രിപെറ്റൽ എന്ന് പറയുക. ഇത് രണ്ടും വെക്ടേഴ്സ് ആണ്. അവർ തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ടാണ് 90 ഡിഗ്രിയിലെ വെക്ടർ അഡിഷന്റെ റിസൾട്ട് നമ്മൾ നേരത്തെ കാണിച്ചു തന്നല്ലോ. അതുപോലെയാണ് ഇത് √AT² പ്ലസ് AC² എന്ന് വരിക. ഓക്കെ, സോ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. സോ എന്തൊക്കെയാണ് ഓർക്കേണ്ടത് ഞാൻ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്ത് പോവുകയാണ്. നമുക്കിതിലെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ലൈവിൽ കൂടുതൽ കാണാനുള്ളത്. ലൈവിൽ നമുക്കിത് കാണാം. ബിഫോർ ദാറ്റ് നിങ്ങൾ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് നോക്കുക. പാരലോഗ്രാം, ലോ ഓഫ് വെക്ടർ അഡിഷൻ, വെക്ടറിന്റെ സബ്ട്രാക്ഷൻ, അതിന് ചിത്രം വരയ്ക്കുന്ന രീതികളൊക്കെ ഓർമ്മയുണ്ടാവണം. പ്രൊജക്ടൈൽ മോഷൻ, അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കേസുകൾ മാത്രമാണ് പറഞ്ഞത്. പ്രൊജക്ടൈൽ മോഷന് സമയമുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം കൂടെ നോക്കുക. ഹൊറിസോണ്ടൽ പ്രൊജക്ടൈൽ മോഷൻ. ഹൊറിസോണ്ടലി ഉള്ള ഒരു ബിൽഡിങ്ങിന്റെ ഹൈറ്റിൽ നിന്ന് മുന്നോട്ടേക്ക് എറിഞ്ഞിട്ട് ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് പോകുന്ന തരം പ്രൊജക്ടൈലും ഉണ്ട്. അതൊരു സ്പെഷ്യൽ കേസാണ്. പറ്റുമെങ്കിൽ അതും കൂടെ നോക്കുക. ദെൻ സർക്കുലർ മോഷന്റെ 2 ടൈപ്പ്. സോ ഇത്രയും കാര്യങ്ങളാണ് മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിയറി. ഈ ഭാഗത്ത് ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവരുത്. ഇക്വേഷൻസ് ഒക്കെ പക്കാ ക്ലിയർ ആയിരിക്കണം. ആ ഇക്വേഷൻസും എന്താണ് ആ കാര്യങ്ങളെന്നും നിങ്ങൾ ഒന്ന് മൈൻഡിൽ ഓർത്ത് നോക്കുക. സോ നിങ്ങൾക്ക് ഈ പോയിന്റുകൾ ക്ലിയർ ആണെങ്കിൽ ഒരുവിധം ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ബാക്കി നമുക്ക് ലൈവിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാം. സോ see you there. Bye bye.